ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നൈനിത്താൾ എന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ 6350 അടി ഉയരത്തിലാണ് ഈ നൈനിത്താൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ നൈനിത്താൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തോണികളിൽ സഞ്ചരിക്കാം. നല്ല കാഴ്ചകൾ, നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. നിങ്ങൾ വരുന്നത് കൊണ്ട് എന്തായാലും ഇത് റിഗ്രറ്റ് ചെയ്യാൻ ഒരിട വരത്തില്ല. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത് നൈനിത്താൾ എന്ന് പറയുന്നത്. ഇത് കുമയോൺ താഴ്വരയിലെ ഒരു സ്ഥലമാണ് ഈ നൈനിത്താൾ. പിന്നെ ഇതിന് ചുറ്റിനും കുറെ മലനിരകളൊക്കെ ഉണ്ട്. നൈന, ദീപത, അയർപത, അങ്ങനെയൊക്കെ ഉയരം കൂടിയ കുറെ മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ, ഒരു അതിശയിപ്പിക്കുന്ന, ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നൈനിത്താൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും, നമ്മൾ ഈ സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു തണുപ്പാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ തണുപ്പ് നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും എൻജോയ് ചെയ്തിരിക്കണം. അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരു തണുപ്പാണ്. ഇതിന്റെ ഈ പല പർവ്വതങ്ങളും കാരണം ഇവിടെ നല്ല തണുപ്പാണ്. ഈ -3 ഡിഗ്രി തണുപ്പാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ ആൾക്കാർ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു തണുപ്പ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എം.ടിയുടെ മഞ്ഞ് എന്ന ബുക്ക് നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതിൽ പറയുന്നത് ഈ നൈനിത്താളിനെ കുറിച്ചാണ്. അതിമനോഹരമായിട്ടാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്.